നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒന്ന് രണ്ട് സംശയങ്ങളാണ് കേട്ടോ. ചേട്ടാ, നമുക്ക് ഒരു 5-6 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അമേരിക്കൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്ന ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ അവർ പറയുന്ന ഡയലോഗുകൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് കേട്ടാലും മനസ്സിലാകാത്തത്? അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒന്ന് രണ്ട് ഇംഗ്ലീഷ് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റ് ഇംഗ്ലീഷ് വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് കേട്ടാൽ മനസ്സിലാകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എന്താ പറയുക ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ അതുപോലെ പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും കൂടിയിട്ടുള്ള കുറച്ച് മറുപടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കൺസേൺ ആയിട്ട് വരുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ടിപ്സ്, ട്രിക്സ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ചേട്ടാ ഒരു 5-6 മാസം കൊണ്ട് നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് പലരും ചിലപ്പോൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും, ജോലി മാറാൻ നോക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു കൺസേൺ ആണ്, നമ്മളൊരു പുതിയ ഭാഷ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു തുടക്കക്കാരെന്ന നിലയിൽ നമുക്ക് വലിയ കാര്യമായിട്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല. തുടക്കക്കാരെന്ന നിലയിൽ നമ്മൾ ഭാഷ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് എത്ര നാൾ കൊണ്ട് നമുക്ക് ഈ ഭാഷ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കുന്നു പലരും ചിന്തിക്കുന്നുണ്ടാവും. ഒന്നാമത്തേത് സ്റ്റഡീസ് പറയുന്നത് പുതിയ ഭാഷയായാലും കൊള്ളാം, പുതിയൊരു എന്താ പറയുക ഒരു ഇൻസ്ട്രുമെൻ്റ് ആയാലും അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിക്കാനായാലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതിയതായിട്ടുള്ളൊരു കാര്യം നമ്മൾ 10,000 hours നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ മാസ്റ്റർ ആവുമെന്നാണ് പറയുന്നത്. മാസ്റ്റർ കേട്ടോ, 10,000 hours മാസ്റ്റർ. അതായത് 10,000 hours നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശശി തരൂറിനെ പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 10,000 hours എന്ന് പറയുന്നത് ഒരു നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എടുത്ത വഴിക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവുക 10,000 hours എന്നാവും. അപ്പം നമ്മൾക്ക് ആ കൺഫ്യൂഷൻ ആവും, ദൈവമേ 10,000 hours ഡിവൈഡഡ് ബൈ 24 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങളൊക്കെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത്രയും നാളൊന്നും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്കുള്ള ഒരു ക്ഷമയും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ഭൂരിഭാഗം പേരും നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് പതിവ്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഒരു മാസ്റ്റർ ആവുക എന്നുള്ള ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, യെസ്, നിങ്ങൾക്ക് ആ ഒരു 10,000 മണിക്കൂർ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം ഒരു ജോലി കിട്ടാൻ വേണ്ടി 4 ആളുടെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം, അല്ലെങ്കിൽ കമ്പനിയിൽ ഒരു പ്രസൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോളേജിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അവരോട് തിരിച്ചൊരു മറുപടി പറയണം എന്നാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇംഗ്ലീഷിൽ 4 അക്ഷരം പറഞ്ഞ് പിടിച്ചു നിൽക്കണം. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല ജോലികൾ കിട്ടണം, നല്ല കോളേജിൽ പഠിക്കണം, നല്ല മാർക്ക് നേടണം, നല്ല ജീവിത നിലവാരം ഉണ്ടാവണം, ശമ്പളം കൂടുതൽ കിട്ടണം, പ്രൊമോഷൻ കിട്ടണം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിട്ടാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയെ കാണുന്നതെങ്കിൽ നമ്മൾക്കത് മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കതിൽ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് കൺവേ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു കഴിവുണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വേണ്ടത് എത്ര മണിക്കൂറാണ് അല്ലേ? അതിന് നമുക്ക് വേണ്ടത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 700 മണിക്കൂറാണ് നമ്മൾക്ക് എന്താ പറയുക അത്യാവശ്യം വേണ്ടപ്പെട്ട രീതിയിൽ നമ്മൾക്ക് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടത് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഇത് 700 എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് നിങ്ങൾ 700ാമത്തെ മണിക്കൂർ മുതൽ ഇങ്ങനെ സംസാരിക്കും എന്നല്ല കേട്ടോ പറയുന്നത്. ചില ആളുകൾ 500 മണിക്കൂർ കൊണ്ട് സംസാരിക്കും, ചില ആളുകൾ 200 മണിക്കൂർ കൊണ്ട് സംസാരിച്ചു തുടങ്ങും, ചില ആളുകൾ 1000 മണിക്കൂറായാലും 1500 മണിക്കൂറായാലും സംസാരിച്ച് തുടങ്ങാൻ പറ്റാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് തിയറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ട വൊക്കാബുലറി എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നതായിട്ട് കേട്ടു. അതായത് നമ്മുടെ തുടക്കക്കാർ പലർക്കും സംശയമുണ്ടോ എന്താണ് ഈ വൊക്കാബുലറി എന്ന് ഉദ്ദേശിക്കുന്നത്? വൊക്കാബുലറി എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളുണ്ട്. ഇപ്പോൾ ഒരു മാങ്ങ എന്നൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിനെ മാങ്ങ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും എന്നുള്ള സംഭവമാണ് അതിൻ്റെ വൊക്കാബുലറി എന്ന് പറയുന്നത്. മാങ്ങയ്ക്ക് പകരം മാംഗോ എന്ന് പറയുന്നത് നമ്മളിത് ഇംഗ്ലീഷിൽ അതിൻ്റെ വൊക്കാബുലറി പഠിച്ചു വെച്ചു എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് കേട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നിലയിൽ നിന്ന് സാധാരണക്കാരായുള്ള ആളുകൾക്ക് വേണ്ടി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചാനലായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചു കൊടുക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറയേണ്ട വാക്കുകളുടെ അതായത് ബേസിക്കലി നമ്മൾക്ക് ഉപയോഗിക്കേണ്ട വാക്കുകൾ ഏതാണെന്ന് മുഴുവൻ നമ്മൾ കണ്ടെത്തിയിട്ട് ആ വാക്കുകളുടെ മുഴുവൻ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ കണ്ടെത്തി പഠിക്കണം. ഇതിൽ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ഡിഗ്രി വരെ പഠിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകൾ 1, 2, 3 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുറേ വാക്കുകൾ അറിയാം കേട്ടോ. ഇപ്പോൾ ഒരു 3000 ഇംഗ്ലീഷ് വാക്കുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ സംസാരിക്കാമെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 100ഉം 200ഉം വാക്കുകൾ അറിയുന്ന ചെറിയ കുട്ടികൾ, ഇപ്പോൾ എൻ്റെ മോന് മലയാളത്തിൽ സംസാരിക്കും
സംസാരിക്കുന്നുണ്ട്. അവൻ മലയാളത്തിൽ വാതോരാതെ സംസാരിക്കും നമ്മുടെ അടുത്തൊക്കെ. അവന് ചിലപ്പോൾ അറിയാവുന്ന വാക്കുകൾ നോക്കി കഴിഞ്ഞാൽ ഒരു 50 വാക്കോ അല്ലെങ്കിൽ 100 വാക്കോ അവൻ ആകെ അറിയാവുന്നത്. ഈ ഒരു 100 വാക്ക് വെച്ചിട്ട് അവൻ നിർത്താതെ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2000-3000 വാക്കുകൾ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സംസാരിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5-10 വാക്കുകൾ വെച്ചൊരു ദിവസം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് നമുക്ക് വേണ്ട ജീവിതകാലത്തിൽ മുഴുവൻ സംസാരിക്കാൻ വേണ്ട എല്ലാ വാക്കുകളും പഠിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഏകദേശം 1 വർഷം കൊണ്ട് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം. അതായത് 6 മാസം മുതൽ 1 വർഷം വരെ സമയം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സമയമാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഇതൊരു വ്യക്തി ഒരു ദിവസം 1.5-2 മണിക്കൂർ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊല്ലം എന്നുള്ളത് 3-4 മാസം കൊണ്ട് അദ്ദേഹത്തിന് പഠിച്ചെടുക്കാം കേട്ടോ. എന്നാലും നേരെ മറിച്ച് ഒരു വ്യക്തി ഈ അരമണിക്കൂറിന് പകരം 5-10 മിനിറ്റാണ് ഇത് മാറ്റി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊല്ലത്തിന് പകരം 3-4 വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. മനസ്സിലായില്ലേ? ഇതാണ് ബേസിക്കലി നമ്മൾ എത്ര സമയം എടുക്കും അല്ലെങ്കിൽ എത്ര കാലം എടുക്കും ഇംഗ്ലീഷ് പഠിച്ചു വരാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ, അതായത് നമ്മൾ അടുത്തൊരു 700 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് 701ാമത്തെ മണിക്കൂർ മുതൽ ഞാൻ സംസാരിച്ച് തുടങ്ങുമെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ ഈ കുട്ടികൾ ചെയ്യുന്ന അതേ പോളിസി തന്നെ. ഒരു 5 വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ 5 വാക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മൾ ഈ സെൻറ്റൻസുകളാക്കി അവർ സംസാരിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചെടുത്ത 50-100 വാക്കുകൾ ഉണ്ടെങ്കിൽ ആ 50-100 വാക്കുകൾ വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സംസാരിക്കുക. പറ്റാത്ത വാക്കുകൾ വരുമ്പോൾ അറിയാത്ത പോലെ ഇതെനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ വീണ്ടും സംസാരിക്കാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പഠിച്ചെടുക്കാൻ എത്ര സമയം വേണ്ടതെന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ എനിക്ക് അമേരിക്കൻ ആക്സെൻറ്റിലുള്ള ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ പകുതി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കൻ ആക്സെൻറ്റ് സംസാരിക്കാൻ അമേരിക്കൻ ആക്സെൻറ്റ് പഠിക്കാനൊക്കെ എന്താ ചെയ്യാന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ളത് ഒരു UK ആക്സെൻ്റ് ആയിരിക്കും. നമ്മുടെ ഒരു സിലബസ്, നമ്മൾ സംസാരിക്കുന്ന രീതികൾ, നമ്മുടെ എന്താ പറയുക TV ഷോസ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊരു UK ആക്സെൻറ്റിലായിരിക്കും നമ്മൾ പല വാക്കുകളും ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പല വാക്കുകളും ബേസിക് ആയിട്ടുള്ള പല വാക്കുകളും എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ക്ലോസറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് എടുക്കാം. ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം നമുക്കറിയാതെ എന്തിനാണ് ഉദ്ദേശിക്കുന്ന സംഭവമാണെന്നുള്ളത് അല്ലേ. അപ്പോൾ പക്ഷേ നേരെ മറിച്ച് അമേരിക്കൻ ആക്സെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അകത്ത്, വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ, നമ്മുടെ ബെഡ്റൂമുകളുടെ ഉള്ളിൽ നമ്മൾ തുണിയൊക്കെ വെക്കുന്ന വാർഡ്രോബ്സ് വരുന്നില്ലേ, നമ്മൾ അതിനെ പറയുന്ന സംഭവമാണ് ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമേരിക്കൻ ആക്സെൻറ്റിൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ യെസ് ഐ വാസ് നിയർ ടു ദ ക്ലോസറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക, ഈ ക്ലോസറ്റിൽ പോയേക്കായിരുന്നു ചിന്തിക്കും. പക്ഷേ സത്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ക്ലോസറ്റിലായിരിക്കില്ല ആ വ്യക്തി ഉണ്ടാവുക. അതുകൊണ്ട് ഒരേ വാക്കുകൾ തന്നെ എന്താ പറയുക, ഒരേ വാക്കുകൾ തന്നെ പല രീതിയിൽ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാണ്, ഡീസൽ അടിക്കാൻ പോവാണെന്ന് പറയും. ഒരു അമേരിക്കൻ മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഗ്യാസ് അടിക്കാൻ പോവാണെന്ന് പറയും, ഗ്യാസോലൈൻ അല്ലെങ്കിൽ ഗ്യാസ് അടിക്കാൻ പോവാണെന്നാവും പറയുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എന്താ പറയുക, അവിടെ പറയുന്ന വാക്കുകളും നമ്മുടെ നാട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അവരുടെ ഒരു ആക്സെൻറ്റിലുള്ള, അതായത് പ്യുവർ ലോക്കൽ ആക്സെൻറ്റിലുള്ള ഒരു ഇംഗ്ലീഷ് സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാകാത്തത്. അത് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല എന്നുള്ളൊരു അർത്ഥമൊന്നും അതിനകത്ത് ഇല്ല കേട്ടോ. അത് ബേസിക്കലി എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ കാസർഗോഡുകാരൻ പ്യുവറായിട്ട് കാസർഗോഡ് മലയാളം ഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ബേസിക്കലി അവൻ സംസാരിച്ചത് മലയാളമാണോ എന്ന് ചോദിച്ചാൽ മലയാളം തന്നെയാണ് അവൻ സംസാരിച്ചത്. എന്നാൽ തിരുവനന്തപുരക്കാരനും മലയാളം അറിയില്ലെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരക്കാരനും മലയാളം അറിയും ചെയ്യാം. പക്ഷേ പ്യുവർ ലോക്കൽ ആക്സെൻറ്റിൽ വരുമ്പോൾ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അതിന് നമുക്ക് എന്താ പറയുക, ഒരുപാട് നമ്മൾ കേൾക്കണം. ഇതിനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം നമ്മൾക്ക് ഇംഗ്ലീഷ് വീഡിയോകൾ കാണാനോ കേൾക്കാനോ സാധിക്കുന്നുണ്ടെങ്കിൽ, കാണണം എന്ന് നിർബന്ധമില്ല, നിങ്ങളൊരു യൂട്യൂബ് വീഡിയോടെ പ്ലേ ആക്കിയിട്ട് അതിൻ്റെ ഓഡിയോ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാലും മതി. നിങ്ങളതിനെ നോക്കിക്കൊണ്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മളെപ്പോലെ ക്ലാസ്സുകൾ എടുക്കുന്ന അല്ലെങ്കിൽ ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് സീനുകളൊന്നും മാറി മറിയുന്നൊന്നുമില്ല, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം കേൾക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ലിസണിങ് കപ്പാസിറ്റി, ലിസണിങ്ങിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ, അതിൻ്റെ പ്രാക്ടീസിൻ്റെ ഡ്യൂറേഷനൊക്കെ നിങ്ങൾ കൂട്ടണം. ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ ചാനലിൽ മോസ്റ്റ് പോപ്പുലർ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എങ്ങനെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടി കൊടുക്കാൻ, കാണാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് നമ്മുടെ ചെവി വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കേൾക്കുന്നു എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ലിസണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ പല ആളുകളും ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട് ചേട്ടാ, ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് ഞാൻ പല യൂട്യൂബ് ചാനലുകളും ഫോളോ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ഇമ്പ്രൂവ് ആകുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളോട് നിങ്ങൾ കേൾക്കേണ്ട രീതിയിലല്ല കാര്യങ്ങൾ കേൾക്കുന്നത് എന്നുള്ള ഒരു മറുപടി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ കേൾക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ച് കേൾക്കണം എന്ന് പറയാം. നമ്മൾ ചെവി ഉപയോഗിച്ച് മാത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെവി വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എല്ലാ സാധനവും കേൾക്കുന്നത് പോലെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ബ്രെയിനിലേക്ക് കയറൂല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങളാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. അതായത് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിച്ച് തുടങ്ങണം, അല്ലെങ്കിൽ എത്ര കാലം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ അമേരിക്കൻ ഇംഗ്ലീഷ് കേട്ടാൽ എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പോൾ ഇനിയും ഒരുപാട് ഡിഫറൻറ്റ് മേഖലയിലുള്ള ടോപ്പിക്കുകൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ ഭാഗങ്ങളൊക്കെ എവിടെയെങ്കിലും വരുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും കണ്ടു നോക്കട്ടെ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. ദിസ് ഈസ് ശ്രീജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.